നമ്മുടെ ചർച്ച അതല്ലല്ലോ. ദേശീയ തലത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ അല്ല, ചെറിയാൻ ഫിലിപ്പ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ചെറിയാൻ ഫിലിപ്പും ലീഡറുടെ വീട്ടിലെ ഒരേ മേശപ്പുറത്തിരുന്ന് ഒരേ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചിട്ടുള്ളവരാണ്. ലീഡർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ പ്രശ്നം, നമ്മുടെ വലിയൊരു പ്രശ്നമാണ് ദേശീയ തലത്തിൽ വർഗീയതയുടെ പ്രാധാന്യം, വർഗീയതയുടെ കോൺട്രിബ്യൂഷൻ. ഇത് നമ്മൾ ചിന്തിക്കണ്ടേ? എൻ്റെ ഒരു വ്യക്തിപരമായ, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ യോജിച്ചു പോകാൻ പറ്റത്തില്ല അഭിപ്രായത്തിൽ. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസേതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു പോകണം, അതിന് നേതൃത്വം കോൺഗ്രസ് കൊടുക്കണം. ഇതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വലിയ പങ്കാളിത്തമുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുള്ളൊരു സന്ദർഭമാണിത്. മാഷെ, നമ്മുടെ പാനലിൽ കുറെ ആൾക്കാരുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള പ്രൊഫസർ സെയ്ദ് അലവിക്ക് ഒരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് ചോദിക്കും. സാർ, നമ്മൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും തിരിച്ചടികൾ സ്വാഭാവികമാണ്. പക്ഷേ ആ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് തിരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ BJP-യുടെ ഒരു വർഗീയ ഫാസിസ്റ്റ് അജണ്ടയിൽ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനകീയ ജനാധിപത്യ മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സാർ അറിയാതെ പറഞ്ഞതാണോ എന്നറിയില്ല, BJP ഇതര പാർട്ടികൾ ഒന്നിക്കേണ്ട സമയത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 2014 44 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ ആ പ്രസക്തി തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ മാത്രമാണ് അതിന് പ്രസക്തി ഉള്ളത് എന്നാണോ കോൺഗ്രസ് ചിന്തിക്കുന്നത്? അപ്പോൾ നേരത്തെ അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസ് എന്താണ് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ പ്രസക്തി എന്നും ഉണ്ട്, ഇപ്പോൾ ഉള്ള പ്രസക്തിയല്ല, എക്കാലത്തും ആ പ്രസക്തിയുണ്ട്. ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ, ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തടഞ്ഞു നിർത്തേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട സന്ദർഭമാണിത്. തോമസ് മാഷെ, ഒരുപക്ഷെ താങ്കൾക്ക് ഇതിന്റെ റിസൾട്ടിന്റെ ക്വിക്ക് ഒരു എന്താ പറയുക റൗണ്ട് അപ്പ് തരുന്നതിന്റെ ഭാഗമായിട്ട് UP-യിലെ BJP 276 സീറ്റ് 300-ലേക്ക് BJP പ്രയാണം ചെയ്യുകയാണ്. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഒക്കെ നിഷ്പ്രഭമായിരിക്കുന്നു. BSP വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. പഞ്ചാബിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗോവയിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് ഏറെക്കുറെ തുടച്ചു മാറ്റപ്പെടുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ പോലും BJP ലീഡ് ചെയ്യുന്നു. അതായത് വടക്ക് കിഴക്കൻ മേഖല താങ്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് BJP-യുടെ ഒരു കടന്നുകയറ്റം. ഒരുപക്ഷെ UP-യിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മണിപ്പൂരിലില്ലെങ്കിലും ഒരു സവിശേഷമായ പ്രാധാന്യം മണിപ്പൂരിൽ ഇക്കുറി ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, മണിപ്പൂരൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സംസ്ഥാനങ്ങളാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന വിധത്തിൽ ജമ്മു കാശ്മീരിലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിന് ഉത്തരവാദിത്വം BJP-യുടെ ഹിന്ദുത്വ അജണ്ടയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ വരുമ്പോഴും എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് മണിപ്പൂർ വളരെ ചെറിയ സംസ്ഥാനമാണെങ്കിലും ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ സംസ്ഥാനമാണ്. അവിടെയും ഇപ്പോൾ BJP-ക്ക് അനുകൂലമായ കാര്യങ്ങൾ മാറുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായും നമുക്കിത് കത്തിരുന്ന് ആലോചിച്ച് ഇത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ. ഇത്തരം ഇലക്ഷനുകളൊക്കെ എക്കാലത്തും നമുക്കറിയാം, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ദിവസം കൊണ്ട് രാഷ്ട്രീയ പരിഹാരം ഒരു കാര്യത്തിനും ഉണ്ടാകുന്നില്ല. തിരഞ്ഞെടുപ്പിൽ ഒന്നുണ്ട്, ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ രാജ്യത്ത് താങ്കളിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷെ വളരെ ക്വിക്കായിട്ട്, അതായത് UP-യിലെ BJP അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇനി ചർച്ച നടക്കാൻ പോകുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. KVS, ആരായിരിക്കും മുഖ്യമന്ത്രി? താങ്കൾ രാഷ്ട്രപതിയെ പ്രവചിച്ചു, എനിക്ക് താങ്കൾ ഒരു മുഖ്യമന്ത്രിയെ കൂടെ പ്രവചിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വ്യക്തതയില്ല UP-യുടെ എങ്കിലും ഒരു 2-3 പേരെടുക്കുകയാണെങ്കിൽ. ഇപ്പൊ കേന്ദ്രമന്ത്രിമാരുണ്ട് ചിലർ, മഹേഷ് ശർമ്മയെ പോലുള്ള. കാരണം അയാൾ ടൂറിസം മന്ത്രിയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഉമാഭാരതി എന്തുകൊണ്ട് തിരിച്ചു പോയിക്കൂടാ? അവരുടെ ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമാഭാരതി ഉയർത്തിക്കാട്ടിയാണ് BJP മത്സരിച്ചത്. സാധ്യതകളിലൊന്നാണ്. ഇതൊന്നും അല്ലാതെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബിഷാസെ, മഹാരാഷ്ട്രയിൽ അദ്ദേഹം PCC പ്രസിഡൻ്റായിരുന്നു. അയാളെയാണ് പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കി നേരിട്ട്. ഗഡ്കരി അന്ന് മുഖ്യമന്ത്രി ആകുമെന്നൊരു ധാരണയുള്ള കാലഘട്ടത്തിൽ പോലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പേര് ഇവിടെ മോഡി ആയിരിക്കും തീരുമാനിക്കുക. അപ്രതീക്ഷിത കാൻഡിഡേറ്റുകൾ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഉദാഹരണം പറഞ്ഞാൽ ലക്നോ മേയർ ദിനേശ് ശർമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകൾ പരിഗണിക്കുന്നു പറയുന്നു. പിന്നെ ഇപ്പോഴത്തെ അഖിലേഷ് യാദവ് ഒക്കെ നിൽക്കുമ്പോൾ അത് പ്രധാനമാണ്. മാഷെ, വളരെ സന്തോഷകരമായ വാർത്ത. മാഷ്ക്ക് ഒരു പക്ഷേ ഈ വലിയ ഒരു പരാജയത്തിനിടയിൽ
പഞ്ചാബിലെ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ത്രെട്ടിനെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് പഞ്ചാബിൽ അധികാരത്തിലെത്തിക്കുന്നു. ഒരു ഓക്സിജനാണ്. അല്ല, പഞ്ചാബിൽ നടന്ന പഞ്ചാബിലെ അഴിമതി, ലഹരി മേഖലയുമായിട്ട് ആ ഗവൺമെൻറ്റുമായ ബന്ധം, അവരെ BJP സപ്പോർട്ട് ചെയ്ത് അതിനെതിരായുള്ള വിധിയായി തന്നെ പഞ്ചാബിലെ വിധിയെ നമുക്ക് കാണേണ്ടി വരും. പഞ്ചാബിലെ വിജയം അഴിമതിക്കെതിരെയുള്ള വിജയമാണ് എന്നാണ്. പഞ്ചാബിലെ ആ വിജയം അത് ഒരു ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്തെയാണോ അതോ പ്രാദേശിക നേതൃത്വം അവിടുത്തെ പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെ ശരിയായ വിധത്തിൽ അഭിമുഖീകരിച്ചതിന്റെ ഫലമായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് മാഷ അതിനെ കാണുന്നത്? അല്ല, പഞ്ചാബിൽ നമുക്കറിയാം കുറേ നാളുകളായി അകാലികൾ ഒരു ദുർഭരണം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്ന പരാതിയുണ്ട്. അതിനെ കേന്ദ്ര ഗവൺമെൻറ് BJP സഹായിച്ചിരുന്നെന്ന് പരാതിയുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ളൊരു വികാരം. ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, ജനങ്ങൾ ഓരോ സംസ്ഥാനത്തിലും ആ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളുണ്ട്, ദേശീയ കാഴ്ചപ്പാടുകളുണ്ട്, അഴിമതിക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, സൽഭരണത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടുണ്ട്. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ വർഗീയതയുടെ ഒരു പ്രചരണം ഒരു തടഞ്ഞു നിർത്താത്ത വിധത്തിൽ, അതായത് UP കണ്ട ഒരു കാര്യം തടഞ്ഞു നിർത്താത്ത വിധത്തിലുള്ളൊരു വർഗീയതയുടെ പ്രചാരം ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡിലും BJPയുടെ പ്രകടമായിട്ടുള്ള ഒരു മേൽക്കോയ്മ. പഞ്ചാബിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് വരുന്നു. ഗോവയിൽ ഇപ്പോഴും പ്രവചിക്കാൻ കഴിയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിന് ഒരു നേരിയ എഡ്ജുണ്ട്. മണിപ്പൂരിൽ BJP ആദ്യമായിട്ട് ഭരണത്തിലേക്ക് വരുമെന്നുള്ള ഒരു സൂചന. മണിപ്പൂർ, അതായത് വളരെ പ്രധാനപ്പെട്ട വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിൽ BJP അധികാരത്തിലേക്ക് വരുന്നു. അതായത് 11 സീറ്റിൽ BJP ലീഡ് ചെയ്യുമ്പോൾ മണിപ്പൂരിൽ 10 സീറ്റിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇനിയും പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ചിത്രമാണ്. നമുക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ചിത്രങ്ങൾ 3 സംസ്ഥാനങ്ങളാണ്. അതിൽ UPയും ഉത്തരാഖണ്ഡും BJPയുടെ നുകത്തിന് കീഴിലേക്ക് വന്നിരിക്കുന്നു. വേണേ ഒന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റാണ്. മണിപ്പൂരിൻ്റെ മാർക്ക് മജോറിറ്റി മാർക്ക് 31. അതിൽ 13 സീറ്റിലാണ് BJP ലീഡ് ചെയ്യുന്നത്. 11 സീറ്റിൽ കോൺഗ്രസ്, മറ്റുള്ളവർ 2. ഗോവയാണ് ഒരുപക്ഷെ BJPക്ക് ഉണ്ടായിട്ടുള്ള മേജർ അപ്സെറ്റ് എന്ന് പറയാൻ കാരണം ഗോവയിൽ ഉറപ്പായിട്ടും BJP ഭരിക്കുമെന്ന് വിചാരിച്ചതാണ്. അവിടെ ഗോവയിൽ 40 സീറ്റിൽ 9 സീറ്റിൽ കോൺഗ്രസും 4 സീറ്റിൽ BJP. പക്ഷേ ഇതൊന്നും പറയാറായിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഈ കണക്കുകൾ മാറിമറിയാം. അതായത് പാതി സീറ്റിൽ പോലും വിവരങ്ങൾ വന്നിട്ടില്ല. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൾ. അതുപോലെ മണിപ്പൂരിലെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ UPയിൽ ദേശീയ രാഷ്ട്രീയത്തെ ഗണ്യമായി സ്വാധീനിക്കാൻ പോകുന്ന ഉത്തർപ്രദേശിൽ BJP ഭരണം ഉറപ്പാക്കിയിരിക്കുന്നു. ആരായിരിക്കും UPയിലെ BJPയുടെ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച നടക്കുന്നത്. അവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പം നമ്മുടെ ആദിത്യനാഥ് ഉൾപ്പെടെ, ദിനേശ് ശർമ്മ, മഹേഷ് ശർമ്മ, ഒരുപാട് ആൾക്കാർ, ഒരു മനോജ് സിൻഹ ഉണ്ട്. അതെ, ഒരുപാട് ആൾക്കാരുടെ പേരുകളാണ് വന്നു പോകുന്നത്. അതായത് ഒരുപക്ഷെ ഇക്കുറി BJP ഒരു ജനറേഷൻ ഷിഫ്റ്റിലേക്ക് വേണമെങ്കിൽ UPയിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ കൽരാജ് മിശ്രയെ പോലുള്ള സീനിയർ നേതാക്കന്മാരുണ്ട് UPയിൽ നിന്നുള്ള. പണ്ട് കല്യാൺ സിംഗ് മന്ത്രിസഭയിൽ നമ്പർ 2 ആയിരുന്ന ആളാണ്. അപ്പോൾ ഒരു യങ്സ്റ്റർ ആയിരിക്കും തോന്നതിൻ്റെ വിശ്വാസം. ഒരു ചെറുപ്പക്കാരന് കൊടുത്തിട്ട് മാൻഡിൽ ഏൽപ്പിക്കാനായിരിക്കും മോഡി ആഗ്രഹിക്കാൻ മിക്കവാറും. പിന്നെ റീത്ത ബഹുണെ പോലെ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള പഴയ ആൾക്കാരും ഉണ്ട്. അവരെയൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയില്ല. ഒരിക്കലും നടക്കില്ല കാര്യം KVS അറിയാം. എന്താ കാരണം അവരൊക്കെ വരമ്പത്ത് നിന്നോട്ടെ. അതായത് ചില അപ്പകഷ്ടങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. വിശ്വസ്തയുടെയും ചെറിയാൻ അവിടെ ചെറുപ്പക്കാർക്ക് ഒരു സമയം UPയിൽ വരാൻ പോവുകയാണ് BJPക്ക്. പക്ഷെ ചെറുപ്പക്കാരനായ രാഹുൽ ഗാന്ധിയുടെ കാര്യം കട്ടപ്പുകയാണ്. അത് പുകയായല്ലോ. അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു BJP വിരുദ്ധരെ സമാഹരിക്കാൻ പ്രയാസമാണ്. കാരണം ഒരു സ്ട്രാച്ചറുള്ള നേതാവിനെ മറ്റ് ഘടകകക്ഷികളും സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരസ്കരിക്കേണ്ടി വരുമ്പോൾ മറ്റ് ഘടകകക്ഷികളാവാൻ UPയിൽ ഉള്ളതോ അല്ലെങ്കിൽ വരാൻ ആൾക്കോ ഒരു നേതാവായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ മോഡിക്ക് ബദലാര് എന്നുള്ളതാണ് പ്രശ്നം. മോഡിക്ക് ബദൽ കോൺഗ്രസിന് വേണമെന്നില്ല. കോൺഗ്രസിന് പുറമേയുള്ള ഏതെങ്കിലും കക്ഷിയിൽ നിന്നും എമർജി വരാം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത ഒരുപക്ഷെ മോഡിക്ക് ബദലായിട്ട് എമർജ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്
ധരിച്ചിരുന്ന കേജ്രിവാളിന്റെ ഒരു അസ്തമനമാണ് നടക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് എന്താ പറയേണ്ട സാധ്യതകളെ തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടെ ലക്ഷ്യം ഇനിയിപ്പോൾ അടുത്ത തവണത്തേക്ക് സാധ്യതയുള്ളത് നിതീഷിനാണ്. ഒരുപക്ഷെ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തില് ഒരു BJP ഏതര മുഖമെന്ന് പറഞ്ഞ് ആശ്രയിക്കാൻ പറ്റുന്ന ഏക മുഖമായിട്ട് ഇപ്പൊ നിതീഷ് വരാൻ പോവാണ്. ഓപ്ഷൻസ് കുറഞ്ഞിരിക്കുന്നു. ശിവകുമാർ, ഒരുപക്ഷെ അതൊരു ആശാവഹമായിട്ടുള്ള മുഖമാണോ? അല്ലെ, വേറെ ഒന്നും ഇല്ലാതെയൊക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ തോമസ് മാസ്റ്ററൊക്കെ പറഞ്ഞത്, കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇലക്ഷൻ. അവരിലൊരു മാറ്റം കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പിടിച്ച് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് തകരാൻ പാടില്ലാത്ത ഒരു പാർട്ടിയാണ്. അതുകൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് വരാൻ കഴിയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ. അത് നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് പറയുന്നത്. അവരിൽ വളരെ ശക്തമായ ഒരു മാറ്റം ഉണ്ടായാലേ ഈ നിതീഷിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാതെ ഇപ്പം ദേശീയ ലെവലിൽ ഒരു പ്രധാന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പാർട്ടിയാണ് നമുക്ക് നിർത്താൻ കഴിയുന്നത്? അതെന്താണ്, ഒരു നേതൃമാറ്റമാണോ ഉദ്ദേശിക്കുന്നത്, അതോ സമീപനത്തിലും സമീപനത്തിലും നേതൃത്വത്തിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെയറിംഗ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കണം. യുവത്വത്തിൽ നിന്ന് കൊണ്ടുവരണം. കോൺഗ്രസിന്റെ ഒരു പുതിയ മുഖം കാണിക്കണം. ഇപ്പം BJP അദ്ദേഹം പറഞ്ഞില്ലേ, അങ്ങനെ കാണുന്ന ഒരു നേതാവുണ്ട്. അല്ല, അത് ജനാധിപത്യമായി നമ്മൾ പറയേണ്ടതല്ല, അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് തന്നെ പറയേണ്ടതാണ്. കോൺഗ്രസ് നേടുന്ന പ്രശ്നം നേതൃത്വ ദാരിദ്ര്യമാണ്. രാഹുൽ ഗാന്ധി മാറ്റിയാൽ ഒരാളുടെ പേര് പറയാനില്ല. മാധവറാസിന്റെ മകൻ കുറച്ച് മെർജി അതെ, അതുപോലുള്ള ചില ആളുകളെ ഉയർത്തുന്നുമില്ല. അപ്പൊ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നേതൃത്വം സംസ്ഥാനങ്ങളിൽ സ്റ്റാൾവാർഡ്സ് ഇല്ല, അതുപോലെ തന്നെ ദേശീയ തലത്തിലുമില്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നേതാക്കന്മാരുടെ എണ്ണം കൂടുതലാണ്, ബാഹുല്യമാണ് പ്രശ്നം, അവിടെ ദാരിദ്ര്യമാണ് പ്രശ്നം. അപ്പം ആ ദാരിദ്ര്യം തീർക്കുന്ന തരത്തിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ആ ഉയർന്നുവരവ്, അതിന് നേരിട്ടൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കേജ്രിവാളിന്റെ സാധ്യതകൾ മങ്ങിയോ ദേശീയ നേതാവ്? കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി കൊണ്ട് എല്ലാം അവസാനിക്കുമെങ്കിൽ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് പാഠാ പഠിക്കുന്നത്? ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് അവിടെ അസ്തമനം സംഭവിച്ചു? അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്നിപ്പോ ചെറിയാൻ സാറ് പറഞ്ഞൊരു പോയിന്റ്, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തിക്ക് നേതൃത്വം നൽകാൻ കഴിയില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നമ്മോടൊപ്പം അതായത് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിൽ നിന്ന് ശ്രീ PV തോമസ് നമ്മോടൊപ്പമുണ്ട്. തോമസ്, വലിയ ഒരു വിജയമാണ് BJP UP-യിൽ നേടിയിരിക്കുന്നത്. വലിയൊരു വിജയം. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ആൾക്കാരൊന്നും പ്രവചിക്കാത്ത, കാണാത്ത, ഈവൻ എക്സിറ്റ് പോളുകൾ പോലും കാണാത്ത ഒരു വലിയ വിജയത്തിലേക്കാണ് BJP പോകുന്നത്. ഇതിന്റെ ഒരു ദേശീയ പരിഭാഷ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയാൻ പോകുന്നത്? നമ്മോടൊപ്പം PV തോമസ് ആണ് ഉള്ളത്. ഒരുപക്ഷെ ഡൽഹി സ്റ്റുഡിയോയിലാണുള്ളത്. PV തോമസിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഏതാനും പാനലിസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. തോമസ്, ഞാൻ ചോദ്യം കേട്ടിരുന്നു. അതായത് ഈ UP തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനം അല്ലെങ്കിൽ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ദേശീയ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും വലിയൊരു സ്വാധീനം ഉണ്ടായിരിക്കും UP ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വിജയത്തിൻ്റെ. അത് മോഡിയുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അല്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അത് UP ഇലക്ഷൻ നൽകുന്നതിനുള്ള സന്ദേശങ്ങളുണ്ട്. അത് വികസനമായിരുന്നോ, ഇതിൻ്റെ മുദ്രാവാക്യം അതെയോ മത ധ്രുവീകരണമായിരുന്നോ എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കപ്പെടേണ്ടത്. അത് വികസനമാണെങ്കിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് പോലും ടിക്കറ്റ് കൊടുത്തില്ല? അത് അതിശക്തമായ ഒരു മെസ്സേജാണ് കൊടുത്തത്. ആ മെസ്സേജ് വിജയിച്ചു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ആരോഗ്യകരമായ ഒരു സന്ദേശമാണോ എന്നുള്ള കാര്യം ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ശരിയാണ്, UP തെരഞ്ഞെടുപ്പ് മോഡിക്ക് വേണ്ടി മേലുള്ള ഒരു റഫറൻഡമായിരുന്നു. അത് വിജയിച്ചു. തീർച്ചയായിട്ടും മോഡിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണിത്. മോഡിയുടെ പോളിസികൾക്ക് കിട്ടിയ അംഗീകാരമാണ്, നാണയ നിർവീകരണത്തിന് കിട്ടിയ അംഗീകാരമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ നടത്തിയിരിക്കുന്ന മതധ്രുവീകരണത്തിന് നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ, അതായത് ശംശാൻ ഘട്ട് പോലെയുള്ള പ്രസ്താവനകൾ, സർജിക്കൽ സ്ട്രൈക്ക് പോലും വലിച്ചഴിച്ചുകൊണ്ട് വന്നു ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗത്തിനായിട്ട്, വോട്ട് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ട്രെയിൻ ആക്സിഡന്റിനെ കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം നടത്തിയ വർഗീയ ധ്രുവീകരണം വിജയിച്ചു. പക്ഷേ ആ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണോ അതോ പരാജയമാണോ എന്നുള്ള കാര്യം നമ്മൾ ഇനി അറിയും. ഇനി വരാൻ പോകുന്ന കാലത്ത് ഇതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം പെട്ടാസിന്റെ ചോദ്യം അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ സ്വാധീനം നല്ലതോ ചീത്തയാണോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാതിരിക്കുന്നേ ഉള്ളൂ. തോമസ്, അതായത് ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ ശരിതെറ്റുകള്, നൈതികത, ഇതൊക്കെ ഇപ്പം മാറ്റിവെക്കേണ്ട സമയം. കാരണം അതൊക്കെ ഒരുപക്ഷെ വേറൊരു തരത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്.
BJP ചെയ്തത് ശരിയാണോ, മതം ധ്രുവീകരണം ചെയ്തത് ശരിയാണോ, അത് ഇന്ത്യൻ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്നു, അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷെ അതൊരു ഒരു ഒരു നോർമാറ്റീവ് രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഇനി അടുത്ത ഒരുപക്ഷെ ഇനി മുൻപിലുള്ള ഇന്ത്യയിൽ എന്ത് മാറ്റങ്ങളായിരിക്കാം ഈ നരേന്ദ്രമോദിയുടെ ഈ ശക്തി പ്രാപിക്കൽ സൃഷ്ടിക്കാൻ പോകുന്നത്? ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയം ഇനി സ്വാധീനിക്കപ്പെടാൻ പോകുന്നത്? ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റു പാർട്ടികൾ ഒരുമിച്ച് കൂടുമോ എന്നുള്ളതാണ് കാര്യം. അതായത് കോൺഗ്രസിൻ്റെയും SP-യുടെയും ആ ഒരു ചേരുവ, അതിൻ്റെ രസതന്ത്രം വോട്ടേഴ്സിന്, പ്രത്യേകിച്ച് SP-യുടെ അനുയായികൾക്ക് യോജിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനം എന്തായിരിക്കും, ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു മുന്നണി ഉണ്ടായാൽ എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടും. കോൺഗ്രസിൻ്റെ പല സംഖ്യകളിലും ആൾക്കാർക്ക് വേണ്ട എന്നുള്ള ഒരവസരം വന്നിരിക്കും. അതുകൂടാതെ വേറെന്തായിരിക്കും, നിതീഷ് കുമാറും അഖിലേഷ് യാദവും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കിയിട്ട്, ഇടതുപക്ഷം എല്ലാം അതിൽ വന്നേക്കാം, അങ്ങനെ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കിയിട്ട് ഒരു വയബിൾ ക്രെഡിബിൾ നാഷണൽ ഓൾട്ടർനേറ്റീവ് ഉരുത്തിരിയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരാൻ പോകുന്നത്. അത് ഉടനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 2019 മുമ്പായിട്ട് അങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം നീങ്ങുവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ജനാധിപത്യത്തിൻ്റെ സർവൈവലിന് ആവശ്യമായ രീതിയിൽ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് വിരുദ്ധ ശക്തി ആവശ്യമാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ദേശീയ ക്രെഡിബിളായിട്ടുള്ളൊരു ദേശീയ സഖ്യം ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെങ്കിലും നിന്നെല്ലാം പോയി കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അങ്ങനെ ഒരു ദേശീയ ഓൾട്ടർനേറ്റീവായിട്ട് വരാൻ, പാർട്ടിയായിട്ട് വരാൻ സാധിക്കുന്നില്ല BJP-ക്കും, അത് മോഡി നയിക്കുന്ന BJP-ക്കെതിരായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ആവശ്യം വേണം. അല്ലെങ്കിൽ ഇതുപോലൊരു വാക്യൂം തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ നല്ലതായിരിക്കില്ല. തോമസ്, അത് ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ കാര്യം. ഇനിയുള്ള ഭരണപക്ഷം കൂടുതൽ ശക്തനായ മോദി, അതുപോലെ തന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉദ്ദേശിക്കുന്ന ആളെ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന മോദി, അതുപോലെ തന്നെ രാജ്യസഭയിൽ കൂടുതൽ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുന്ന മോദി, അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അത് എന്ത് തരത്തിലുള്ള നയങ്ങളായിരിക്കും സ്വീകരിക്കുക? ഒരുപക്ഷെ UP-യിലൊക്കെ വിജയം കണ്ടതുപോലുള്ള താങ്കൾ നേരത്തെ പറഞ്ഞ വിവാദകരമായ അജണ്ടയുടെ ദേശീയ പതിപ്പുകൾ, കാവ്യ അജണ്ടയുടെ ദേശീയ പതിപ്പുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ കൂടുതൽ ശക്തനായ നിലയ്ക്ക്, കൂടുതൽ സോബറായ കാര്യങ്ങളിലേക്ക് തിരിയാനും കൂടുതൽ മിനുക്കിയ ഒരു മുഖത്തിലേക്ക് തിരിയാനുമാണോ സാധ്യത? കാര്യങ്ങൾ നല്ല രീതിയിലേക്കാണോ പോകുന്നത്, അതോ ആശങ്കകരമായ രീതിയിലേക്ക് മോദി സർക്കാരിന്റെ മുന്നോട്ട് പോക്കൽ വഴിവെക്കുമോ? തോമസ്, ചോദ്യം എന്നോടാണോ? അതെ, മോദിയുടെ മുന്നോട്ടുള്ള പോക്ക്. ഇത് രണ്ട് രീതിയിലുണ്ട്. മോഡിക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കാം വികസനം വേണം എന്നുള്ളത്. ആ വികസനത്തിലൂടെ മാത്രമേ അദ്ദേഹത്തിന് അധികാരം അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ആഗോള കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനും സാധിക്കുകയുള്ളൂ. ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറകിലുള്ള ആൾക്കാർ അവരെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നമുക്കറിയാൻ പാടില്ല. അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. അത് സാധിച്ചില്ലെങ്കിൽ മോഡിയുടെ ഈ വിജയം കൊണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന ഐഡിയക്കൊന്നും വലിയ ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യ എന്ന ഐഡിയ ഗുണമുണ്ടാകണമെങ്കിൽ ഇന്ത്യയുടെ പ്ലൂറാലിറ്റി അംഗീകരിക്കണം. അതിന് മോഡിയുടെ പിറകിൽ നിൽക്കുന്ന, മോഡി കൂടി അംഗമായിട്ടുള്ള സംഘടനകളും എല്ലാം ശ്രമിക്കുമോ, സാധിക്കുമോ, ചെയ്യുമോ എന്നുള്ള കാര്യമാണത്. അതെനിക്ക് ആ കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഇൻ്റഗ്രിറ്റിക്കും എല്ലാം ദോഷമായിട്ട് വരും. അങ്ങനെയുള്ളൊരു അതിനുള്ള അവസരമായിട്ട് ഈ വിജയത്തെ, ഇതുപോലെ നിർണായകമായിട്ടുള്ള വിജയത്തെ, റിസൗണ്ടിങ് വിക്ടറിയെ ഒരിക്കലും മോഡി ഉപയോഗിക്കരുത്, മിസ്യൂസ് ചെയ്യരുത്. അല്ലാതെ അദ്ദേഹം ശരിയായിട്ടുള്ള ഭരണം കാഴ്ചവെക്കട്ടെ. അദ്ദേഹം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണം തരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്ത്യയെ. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എൻ്റെ സംശയം നിൽക്കുന്നത് അങ്ങനെ ആകാനാണോ സാധ്യത? ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമോ മറ്റുള്ളവർ? ആശങ്ക PV തോമസിനുണ്ട്. PV തോമസിന്റെ ആഗ്രഹവും ആശങ്കയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയണേ. തോമസ്, താങ്കളുടെ ആശങ്കയും ആഗ്രഹവും കൂടി മിക്സ് ചെയ്തിട്ടാണ് താങ്കൾ അവതരിപ്പിക്കുന്നത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. പക്ഷെ നമ്മോടൊപ്പം വളരെ പ്രധാനപ്പെട്ട 3 പേർ കൂടി ചർച്ചയിൽ ചേരുകയാണ്. CPM-ന്റെ നേതാവും അതുപോലെ തന്നെ ലോക്സഭാ അംഗവുമായിട്ടുള്ള സമ്പത്ത്, NCP-യുടെ ദേശീയ സംസ്ഥാന നേതാവ് ശ്രീ ഉഴവൂർ വിജയൻ, JDU-ന്റെ നേതാവ് ശ്രീ ഡോക്ടർ വർഗീസ് ജോൺ. അതായത് താങ്കൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പ്രവചനം നടത്തിയിരുന്നു. ആ പ്രവചനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ബ്രിട്ടാസ് എഴുതി വെക്കുമെന്ന് ഓർത്തില്ല. സൂക്ഷിച്ച് പറയാം. അതെ, അതെല്ലാം മറിഞ്ഞു പോയി ഡോക്ടറെ. അല്ല, 2-2 ഉണ്ട്.
2-2. പക്ഷെ ആ രണ്ടിലല്ലായിരുന്നു നമ്മുടെ UP-യിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല. അതെ, അതെ. അഥവാ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് SP കോൺഗ്രസ് എമർജ് ചെയ്യുമെന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതെ, അതെ. അങ്ങനെയല്ലേ? അതെ. കണക്കൂട്ടലുകൾ പഴച്ചു. തീർച്ചയായിട്ടും എന്തുകൊണ്ട് പഴച്ചു? അത് ഞങ്ങളുടെ പാർട്ടികളുടെ പരാജയം തന്നെയാണ്. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കനത്ത പരാജയമാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കനത്ത പരാജയമാണ്. ഡീജനറേറ്റ് ചെയ്യപ്പെട്ടു. പരസ്പരം അംഗീകരിക്കാത്ത ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ലെന്ന് പറയുന്ന പോലെ കുടുംബവാഴ്ചകൾ. മുലായം സിംഗ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്ന് 27 പേരാണ് അസംബ്ലി മത്സരിച്ചത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരാജയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഒരുപക്ഷെ ഡോക്ടർ വർഗീസ് ജോർജ് വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് UP-യിലെ ഈ ജനവിധി എന്നുള്ളത്. ശ്രീ ഉഴവൂർ വിജയൻ, രാഹുൽ ഗാന്ധിയുടെ ഭാവിക്ക് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് സാർ ഇട്ട് വെച്ചിരിക്കുകയാണ്. കുറേ ദിവസമായി ഇട്ടിരിക്കുന്നത്, പക്ഷേ ഇന്ന് അതിൻ്റെ കട്ടി കൂട്ടി, വലിപ്പം കൂട്ടി. ആ ചോദ്യചിഹ്നം താങ്കൾക്കാണെന്ന് ചോദ്യചിഹ്നമാണോ അതെയോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടതാണോ? എന്താണിത്? ഈ നരേന്ദ്രമോദിയെ നേരിടാൻ പറ്റിയ ഒരു നേതാവ് കോൺഗ്രസിനില്ല. അതിപ്പോൾ നരേന്ദ്രമോദിക്കൊരു ഇത് അംഗീകാരം എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു നേതാവായി കണക്കാക്കാൻ കഴിയില്ല. നെഹ്റു കുടുംബത്തിലെ ഒരു ഇളം തലമുറക്കാരൻ എന്നുള്ള നിലയിൽ കാണുന്നു എന്നുള്ളതല്ലാതെ ഇന്ദിരാഗാന്ധിയെ പോലെയോ അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയോ അങ്ങനെയുള്ള ഒരു നേതാവായി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ആളുകളെ ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ സുധീരനുണ്ടായിരുന്നു, പാവം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും പ്രവചന സാധ്യതയുള്ള പ്രവചന ശക്തിയുള്ളൊരു നേതാവ് വേറെ ഉണ്ടായിരുന്നില്ല. VM സുധീരൻ്റെ അത്രയും അല്ല. അത് അദ്ദേഹം ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ്. ചെറിയാൻ ഫിലിപ്പിനൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തെ ഇടിച്ചിടിച്ച് കോഴിക്കോട്ട് കൊണ്ട് ഉന്തിയിട്ട് ഇപ്പോൾ മറ്റേ ഗ്രൂപ്പുകാരെ ഇടപെട്ടതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് ആകുമ്പോൾ അതിനും മടിക്കില്ല. അവിടെ ഗ്രൂപ്പുകാർക്ക് ശക്തിയുള്ള ഇടി അനുഭവിച്ചതാണ്. അതെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നട്ടല്, ഏതായാലും അദ്ദേഹത്തിന് നട്ടലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നട്ടലില്ലാത്തവരാണ്. പക്ഷെ അദ്ദേഹം ഈ പതനം, രാഹുൽ ഗാന്ധിയുടെ പതനം മുൻകൂട്ടി കണ്ടുവെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചാർജ് കിട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ബാറ്ററിയിൽ നിന്നാണ്. ആ ബാറ്ററി വീക്കാകാൻ പോവുകയാണെന്നുള്ള കാര്യം നേരത്തെ സുധീരൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള രാജിയാണെന്നാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ചിലപ്പോൾ അദ്ദേഹം സുധീരനുമായി സംസാരിച്ച് കാണാനും സാധ്യത. സുധീരനുമായി നിരന്തരം സംസാരിക്കുന്ന ആളാണ് ചെറിയാൻ ഫിലിപ്പ്. അപ്പൊ അതിൽ നിന്ന് ചില ക്ലൂ സംഘടിപ്പിച്ചെടുത്തിട്ടാണ് ഇവിടെ അദ്ദേഹം അത് അവതരിപ്പിച്ചത്. അല്ല, താങ്കളുടെ ഒരു ഫ്രീ സൗജന്യമായിട്ടുള്ള ഉപദേശം എന്തായിരിക്കണം? കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് ഇനിയെങ്കിലും വിശാലമായി ചിന്തിക്കണം. അല്ലാതെ അവരുടെ കയ്യിൽ മാത്രം ഇതെല്ലാം നിൽക്കണം. ഇപ്പം തന്നെ കേരളത്തിൽ ആവശ്യമില്ലാത്തതിനെല്ലാം എടുത്തു ചാടുന്നു. ആ അരിയുടെ പ്രശ്നം, മറ്റു പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ചു പോകാമെന്നും പറഞ്ഞ് വണ്ടിക്കൂലിയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവരോട്, എന്നിട്ട് ഇവർ പോരത്തില്ല. നമ്മൾ മനുഷ്യച്ചങ്ങലയായിട്ട് പോകുമ്പോൾ ഇവർ രാജ്ഭവൻ്റെ മുമ്പിൽ തലയുമുത്തി നിൽക്കുകയാണ്. വല്ല കാര്യമുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ സുധീരനായിരുന്നു കഷ്ടിച്ചുണ്ടായിരുന്നത്. ഏതായാലും അതുകൊണ്ടാണ് സുധീരൻ രാജിവെച്ചപ്പോഴേ ഞാൻ അദ്ദേഹത്തെ NCP-യിലേക്ക് സ്വാഗതം ചെയ്തു. എൻ്റെ പദവി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വെറുതെ അവിടെ നിന്ന് ഈ ഉന്തും തള്ളും കൊള്ളേണ്ട വല്ല കാര്യമുള്ളൂ. അത് പരിക്ക് പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കുറച്ച് കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ. പക്ഷേ ഇവരെ നേരിടാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനുണ്ട്. മറ്റുള്ളവരുടെ ആരോഗ്യമായിട്ട് നോക്കുമ്പോൾ ഒരു ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ. തിരിച്ചു വരാം. വളരെ രസകരമായിട്ടുള്ള വിലയിരുത്തലാണ്. സമ്പത്ത്, താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രീകുമാറിനെ പോലെ ഒരു മികച്ച അഭിനേതാവായി താങ്കൾ മാറിയോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത എല്ലാ ജനങ്ങളെയുമാണ് ആദ്യം അഭിവാദ്യം ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഉത്തർപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് അനിഷ്ടകരമായ ഒരുപാട് സംഭവങ്ങൾ ഈ പോളിംഗ് ബൂത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എന്നെക്കാൾ മുതിർന്നവരെല്ലാം അപ്പുറത്തിരിപ്പുണ്ടല്ലോ. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ്. അതിൽ നിന്നൊക്കെ മാറി കുറേയൊക്കെ ഒരു, ഞാൻ പൂർണ്ണമായി ശാന്തമെന്ന് പറയുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള മറ്റ് വിധത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണവും വർഗീയ അജണ്ടയും വർഗീയ കാർഡും അത്തരം കാര്യങ്ങൾ, അതെല്ലാം ഒരു ഈ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ലാബറട്ടറി എന്ന് പറയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊരു പക്ഷേ ഈ യോജിക്കാൻ കഴിയാത്തതായിട്ടുള്ള, നമുക്കൊന്നും അത്തരത്തിൽ ഒരു പക്ഷേ അന്യമായി തോന്നുന്നത് പലതും അവിടെയാണ് നടക്കാറുള്ളത്. അത് ഒക്കെ നടന്നിട്ടുണ്ടാകാം.
പക്ഷേ ആ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇത് നടത്തി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു അങ്ങനെ സമ്പത്ത് എനിക്ക് അതിലേക്കൊന്നും പോകാൻ ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അത് കാരണം വെച്ചാൽ വലിയ ജനാധിപത്യ വിക്ടറിയാണ്, ഭയങ്കര ജനങ്ങൾ പങ്കെടുത്തു, ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ ഇവിടുത്തെ ഒറ്റ ചോദ്യം എൻ്റെ മുമ്പിൽ, അതായത് താങ്കൾ വിഭാവനം ചെയ്തിരുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവിടെ BJP പരാജയപ്പെടുക എന്നുള്ളതായിരുന്നു. പക്ഷെ BJPക്ക് ഞാൻ വൃത്താസനോട് തുറന്നു പറയാം, അവിടെ BJP അങ്ങനെ സമ്പൂർണ്ണ പരാജയം എന്നുള്ള നിലയിലൊന്നും ഞാനങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. ഞാനങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ മുമ്പ് അത്തരത്തിലുള്ള, കാരണം ഞാനിവിടെ ഇപ്പോൾ വരുന്നത് ഞാൻ പാർലമെന്റ് സമ്മേളനത്തിനിടയിലാണ് നേരെ താങ്കൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് അവിടെ അതെ, യഥാർത്ഥത്തിൽ എന്നെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തത് പോലെയാണ്. അവിടെ BJPയുടെ പാർലമെന്റ് അംഗങ്ങളോട് പോലും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കും, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ളൊരു ചോദ്യം. അതാണ് അവർ പറഞ്ഞത്. അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നതായിട്ട്. ഭൂരിപക്ഷത്തിലേക്കല്ല, ഭൂരിപക്ഷം കഴിഞ്ഞ് 300 എന്നുള്ള സംഖ്യയിലേക്ക് പോകുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അവരത് പ്രഖ്യാപിച്ചതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ 320 സീറ്റെന്നാണ് അതെ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ 320 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് അവിടെ UP-യിൽ നേടാനായി കഴിയണം എന്നുള്ളത്, അതായിരുന്നു ടാർഗറ്റ്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. സമ്പത്ത് ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ UP-യെ മുൻനിർത്തിയുള്ള വിശകലനങ്ങളിലൊക്കെ ഇടതുപക്ഷ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് നേതാക്കൾ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ ഒരു സിനർജി ഒരുപക്ഷെ BJP-യുടെ ഒരു മുമ്പോട്ടുള്ള ഒരു പോക്കിന് തടയിടാൻ വേണ്ടി സഹായിക്കും. ഒരു പരിധി വരെ വേണമെങ്കിൽ ഒരു ഹങ് നിയമസഭയിലേക്ക് ഇതെത്തിക്കുമെന്നൊക്കെയുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾ അത് വിശ്വസിച്ചിരുന്നില്ല? അല്ല, ഞാനങ്ങനെ അതിൽ വിശ്വസിച്ചിരുന്നില്ല. അതെന്തുകൊണ്ട് വിശ്വസിച്ചിരുന്നില്ല എന്ന് കൂടി പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിൽ BJPക്ക് ലഭിച്ചത് 42% പറഞ്ഞത് 42% വോട്ട് ഒരു പാർട്ടിക്ക് മാത്രമായി UP-യിൽ അങ്ങനെ ലഭിക്കുക എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ജവഹർലാൽ നെഹ്റുവിന്റെയും ശ്രീമതി ഗാന്ധിയുടെയും ത്രികോണ മത്സരമുള്ള സമയത്തല്ല, രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷമാണ്. അങ്ങനെ ഒരു വലിയ അപ്രമാദിത്വം, കോൺഗ്രസിന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് മാറി ഈ വിധത്തിലേക്ക് വന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നീട് ഉത്തർപ്രദേശിൽ എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് മറ്റു പാർട്ടികൾക്ക് രംഗപ്രവേശം വരാം. ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരാൾ നമ്മോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്, ജോർജ് കുര്യൻ. അഭിനന്ദനം, ആശംസകൾ. ഒന്ന് വിടർന്ന് ചിരിക്കുന്ന ജോർജ് കുര്യൻ, എന്താ ഒരു കനം പിടിച്ചിരിക്കുന്നത്? ഞെട്ടിപ്പോയോ? ജോർജ് കുര്യന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇല്ല, പ്രതീക്ഷിച്ചതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, എനിക്കറിയാം. KVS 1 മണിക്കൂർ മുമ്പ് 220 അപ്പുറം. അതിനിടയിൽ ഒരു ദുഃഖമുണ്ട്. ഗോവയുടെ കാര്യത്തില് ഇപ്പോഴും ഒരു ആശങ്കയുണ്ടല്ലോ. മണിപ്പൂരിൽ ഞങ്ങൾക്ക് ഒരു സീറ്റും ഇല്ലാതിരുന്ന സ്ഥലമാണ്. അവിടെ ഏതാണ്ട് അധികാരത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിലെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമുണ്ട്, തീരെ പുറകിലേക്ക് പോയില്ല. UP-യെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. BJP കണക്ക് കൂട്ടിയ അതേ രീതിയിൽ തന്നെ UP-യിൽ BJPക്ക് നേടാൻ കഴിഞ്ഞു. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയ ഒരു മാറ്റമായിരിക്കും. ഒരുപക്ഷെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ മറ്റ് രീതികൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ UP ഇലക്ഷൻ മാറിയേക്കാം. ശ്രീ സമ്പത്ത് പറയുകയുണ്ടായി, സമ്പത്തിൻ്റെ പാർട്ടി എവിടെ ഉണ്ടോ അവരുടെ എന്തായിരുന്നു നിലപാട് എന്നെനിക്കറിയില്ല. കേരള രാഷ്ട്രീയത്തിൽ നമ്മളിത് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഇടതുപക്ഷം UP-യിലുണ്ടായിരുന്നോ, പഞ്ചാബിലുണ്ടായിരുന്നോ, ഗോവയിലുണ്ടായിരുന്നോ, ഉത്തരാഖണ്ഡിൽ, മണിപ്പൂരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ നിലപാടെന്തായിരുന്നു? കോൺഗ്രസ്സിന് എതിരായിരുന്നോ അതോ കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നോ എന്നറിയാനുള്ള, കാരണം ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് BJP ആണല്ലോ പ്രധാന കക്ഷികൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്തായിരുന്നു എന്നിപ്പോഴും അവ്യക്തമാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരള രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അത് വിലയിരുത്താൻ സാധിക്കും. വളരെ പ്രസക്തമായ ചോദ്യമാണ്. താങ്കളുടെ ചോദ്യം എന്തായാലും ഞാൻ സമ്പത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ വളരെ ക്വിക്കായിട്ട് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് UP-യിൽ BJPക്ക് 300 അടുത്ത് സീറ്റിലേക്ക് വരുന്നു. വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള സംഖ്യ, BJP പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഖ്യ.
എക്സിറ്റ് പോളുകൾ പോലും പ്രവചിക്കാത്ത ഒരു സംഖ്യ. പക്ഷേ അവിടെ ഒരു മുഖ്യമന്ത്രി ആരായിരിക്കും, ഇനി ആരുടെ കയ്യിലാണ് ആ ഭരണം നിൽക്കുക? ഇനിയിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. അതായത് നരേന്ദ്രമോദി ഇനി അവിടെ ഭരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നടത്തിയത്. പക്ഷേ ഇനി ആരായിരിക്കണം അവിടെ മുഖ്യമന്ത്രി? ഒരാളെ കണ്ടുവച്ചോ? ദേശീയ നേതാക്കളുമായി നല്ല ബന്ധമുള്ള ആളാണ് ജോർജ് കുര്യൻ. ഒന്ന് പറയൂ. അല്ല, UPA സംബന്ധിച്ചിടത്തോളം ഇനി അവിടുത്തെ MLA കൂടി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ശ്രീകാന്ത് ശർമ്മയുണ്ട്, സിദ്ധാർത്ഥ് നാഥ് സിംഗ് ഉണ്ട്. അങ്ങനെയുള്ള പുതുതലമുറയിലെ നേതാക്കന്മാർ വളരെ ചെറുപ്പമാണ്. ഈ സിദ്ധാർത്ഥ് സിംഗും അതുപോലെ തന്നെ ശ്രീകാന്ത് ശർമ്മയും എന്നൊക്കെ പറയുന്നവർ വളരെ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഏതായാലും ഇവരൊക്കെ തന്നെ ലിസ്റ്റിലുണ്ട്. ഇനി ആ MLA തിരഞ്ഞെടുക്കപ്പെട്ട MLA കൂടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രി ഉണ്ടാകുക. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങളായിരിക്കും പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജോർജ് കുര്യൻ, എന്തായത് സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞ MLA. ഇതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നും ധരിച്ചിട്ട് ധാന്യ ആളാന്നുള്ള കാര്യം എല്ലാവർക്കും നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ്. നമ്മൾ പുറത്ത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ. അപ്പം MLA-മാർക്കൊന്നും ഒരു പ്രസക്തിയില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം ഈ അങ്ങനെയല്ല പറഞ്ഞോളൂ. അങ്ങനെയല്ല താങ്കൾ പറഞ്ഞോളൂ. അത് അങ്ങനെയല്ല. അതായത് ഇത് നേരത്തെ നമ്മുടെ ഡൽഹിയിലെ ഇലക്ഷനും അതുപോലെ തന്നെ ബീഹാറിലെ ഇലക്ഷനും മുമ്പായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന ഇലക്ഷനുകളിലെല്ലാം തന്നെ, ആസാം ഉൾപ്പെടെയുള്ള ഇലക്ഷനുകളിലെല്ലാം തന്നെ പാർട്ടി ഈ അവിടെയുള്ള ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞു തന്നെയാണ് അവിടെ നേതാക്കന്മാരെ തീരുമാനിച്ചിട്ടുള്ളത്, അതുപോലെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈവൻ ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഗോവയിൽ ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ വെച്ച് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തുടരാം. ജോർജ് കുര്യൻ, എനിക്കൊരു ചോദ്യം. അതായത് താങ്കൾ പറഞ്ഞത് ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യം വരുന്നുള്ളതാണ്. ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിന് പോലും ഒരു സാധ്യത ഉണ്ട് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ BJPയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ, എനിക്കൊന്ന് BSPയിൽ നിന്ന് വന്ന നേതാവാണ്. പിന്നെയുള്ളത് അവിടുത്തെ ലക്നൗ മേയറാണെന്ന് തോന്നുന്നു ദിനേശ് ശർമ്മ. പിന്നെ ഉള്ളത് യോഗി ആദിത്യനാഥ്. അത് വരില്ല എന്നുള്ള കാര്യം KVS ഹരിദാസ് ഇവിടുന്ന് ആണയിട്ട് പറഞ്ഞു. പിന്നെ മനോജ് സിൻഹ, അങ്ങനെ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ട്. പക്ഷെ താങ്കൾ ഒരു അനുമാനപ്രകാരം ഒരു ജനറേഷൻ ഷിഫ്റ്റ്, അതായത് പുതിയ തലമുറയെ പ്രദാനം ചെയ്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായിരിക്കും വരാൻ പോകുന്നത് അല്ലേ? എന്താണ് താങ്കളുടെ ഒരു ഗസ്? എന്തായാലും ഒരു ഗസ് നടത്തിക്കുക താങ്കൾ. അല്ല, ഞാനത് പറയാൻ കാരണം ഈ UPA സംബന്ധിച്ചിടത്തോളം BJP ഏതാണ്ട് 10-15 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. BJP UPയിൽ അധികാരത്തിൽ വരാൻ ഒരു കാരണം കല്യാൺ സിംഗ് ആയിരുന്നു. പിന്നോക്കക്കാരനായിട്ടുള്ള കല്യാൺ സിംഗിനെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 50കളിൽ ലീഡറായിട്ട് ഉയർത്തിക്കാണിച്ചുകൊണ്ട് BJPക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചു. ഇനിയുള്ള UPയിൽ അടുത്ത 3-4 ഇലക്ഷൻ അത് BJPയെ നയിക്കാൻ പറ്റിയ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ലീഡർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഭാവിയിലേക്ക്, കാരണം കഴിഞ്ഞ ജനറേഷന് ഇത് സംഭവിച്ചതുകൊണ്ട് കല്യാൺ സിംഗിന് ശേഷം രാജ്നാഥ് സിംഗ് വന്നു എങ്കിലും ആ ഒരു തുടർച്ചയുണ്ടായില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ ചെറുപ്പക്കാർ, ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ ചെറുപ്പക്കാരനാണ്. മധ്യപ്രദേശിൽ ചൗഹാൻ ഇപ്പോഴും 55 വയസ്സേ ഉള്ളൂ. അതുപോലെ തന്നെ സർവാനന്ദ് സോണോവാൾ ആസാമിലെ മുഖ്യമന്ത്രി, ഇവരെല്ലാം തന്നെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ തലമുറയിലെ ഒരാൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ വളരെ പ്രസക്തമായിട്ടൊരു നിലപാടാണ്. എന്താ കാരണം വെച്ചാൽ സിദ്ധാർത്ഥ് നാഥ് സിംഗ് ഉണ്ട് ഇപ്പൊ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി. എനിക്കറിയാം. അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകനും കൂടിയാണ്. ആ ഫാക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ UPയിൽ അനുകൂലമായി കൊടായില്ല അദ്ദേഹത്തിന്. കാരണം ഭരണപരിചയം ഇല്ലാത്തവരാണ് ഇവരൊക്കെ. ഒരു ഫാക്ടർ ഞാൻ കാണുന്നത്, പിന്നെ ചെറുപ്പക്കാരെ വരുന്നതോടൊപ്പം തന്നെ ഒരു ഇക്കുറി BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്ന് യാദവേതര പിന്നോക്ക വോട്ടുകളും അതുപോലെ തന്നെ ജാടവേതര ദളിത് വോട്ടുകൾ. അപ്പോൾ ഒരു പിന്നോക്കം ഫേസിന് ഒരു സാധ്യതയുണ്ടോ KVS? എനിക്ക്
എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരനാവണം. അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നി. വ്യക്തമായി. നമ്മോടൊപ്പം ജേക്കബ് ജോർജ് കൂടിയുണ്ട്. ഈ ജേക്കബ് ജോർജ് ഇതേ കസേരയിൽ ഇന്നലെ മിനിങ്ങാന്ന് ഇരുന്നുകൊണ്ട് വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് യു പി രാഷ്ട്രീയത്തെ വിലയിരുത്തിയിരുന്നു. ആ വിലയിരുത്തലൊക്കെ ഡോക്ടർ വർഗീസ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം എഴുതി വെച്ചാൽ മാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. ജേക്കബേ, എന്ത് പറ്റി ജേക്കബേ? BJP ജയിച്ചു. അല്ല, അത് മനസ്സിലായി ജേക്കബേ. അല്ല, സർവേകൾക്ക് എന്ത് പറ്റി? സർവേകൾ ഇങ്ങനെ പരാപരം എന്നല്ലേ പറഞ്ഞിരുന്നുള്ളൂ. സർവേയിൽ 2 സർവേ BJPക്ക് ഭൂരിപക്ഷം കൊടുത്തിരുന്നു. ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം. അന്നും നമ്മൾ ചാണക്യ സർവേ ചാണക്യ 257 കൊടുത്തിരുന്നു. 257 അവിടുന്ന് പോയി. തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലല്ലേ നടന്നത് അപ്പോൾ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഒരു പൊതു പ്രത്യേകത, ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചുയർന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനം എടുത്താലും അത് ആ തരത്തിലാണ് കാണാൻ കഴിയും. പിന്നെ BJPയുടെ കാര്യത്തിൽ ഈ ഉത്തർപ്രദേശാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഉത്തർപ്രദേശ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയമാണ് BJP നേടിയിരുന്നത്. അത്രത്തോളം ഇപ്പോൾ ഉണ്ടോയെന്ന് സംശയമാണ്. അതിൻ്റെ വിവരങ്ങളാകെ വരട്ടെ. വിവരങ്ങളാകെ വരുമ്പോഴാണല്ലോ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുക. അല്ല, വിവരങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ. സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് BJPക്ക് മുന്നേറ്റമാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ആകെ റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. അതാ നല്ലത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രതികരണമായിരുന്നു. ആ പ്രതികരണത്തിന്റെ ഇടയിൽ ജേക്കബ് ജോർജ് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട, തിരിച്ചങ്ങോട്ട് വരികയാണ്. നമ്മുടെ കൂടെ അന്ന് ചർച്ചയ്ക്കിരുന്ന MS കുമാർ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. 202 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഈ ചർച്ച ട്രെൻഡ് വന്നു തുടങ്ങിയപ്പോൾ KVS പോലും 220 പറഞ്ഞത്. ഇതെല്ലാം നമുക്ക് എഴുതി വെക്കണം. എല്ലാവരുടെയും കണക്കുകൾ തെറ്റിച്ചു. BJP 300 മാർക്ക്, അതായത് ഒരുപക്ഷെ സമ്പത്തെ 2014 ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് പ്രകാരം 71 സഖ്യകക്ഷികൾക്ക് കിട്ടിയിട്ടുള്ള 2, 73 ലോക്സഭാ സീറ്റിന്റെ നിയമസഭാ പരിഭാഷ എന്ന് പറയുന്നത് 330 സീറ്റുകളാണ്. ആ 330 സീറ്റുകളുടെ അടുത്തേക്ക് എത്തി 300 മാർക്ക് ക്രോസ് ചെയ്യുകയാണ്. മോഡി മാജിക്. മാത്രമല്ല, KVS പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ലോകസഭയിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയോട് ഒരുമിച്ചു. ആ ഒരു കെമിസ്ട്രി പോലും അവിടെ BJPയുടെ ഈ രഥയോട്ടത്തെ തടയാൻ പറ്റിയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാം. ബ്രിട്ടാസ്, എനിക്കൊരു ഇപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP മതേതര വിരുദ്ധ നിലപാടാണ് എടുക്കുന്നത്. BJP ഭൂരിപക്ഷ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളൂ എന്ന് പറഞ്ഞ് BJP ആക്ഷേപിക്കുന്ന ഒരു പൊതു ട്രെൻഡ് എല്ലായിടത്തും ഉണ്ട്. കാരണം എല്ലാവരും പറയുന്ന മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് BJP തോൽപ്പിച്ചേ പറ്റുള്ളൂ എന്നൊരു സ്റ്റാൻഡല്ലേ ആദ്യം മുതൽ എടുക്കുന്നത്. എല്ലാവരും എടുക്കും, എല്ലാ പാർട്ടികളും BJPയെ അങ്ങനെയാണ് ആക്രമിക്കുന്നത്. ഈ റിസൾട്ടുകൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ എന്താ അതിൻ്റെ സൂചന? ഓക്കെ, സമ്പത്ത് പറയൂ, പ്രതികരിക്കും. അതിൻ്റെ സൂചന, അതായത് നിങ്ങൾ പറയുന്ന ഒന്നും ജനങ്ങൾ കണക്കിൽ എടുക്കുന്നില്ല എന്നുള്ളതല്ല ഇതിൻ്റെ സൂചന. അങ്ങനെയല്ല. ഇതിൽ ഒന്നിപ്പോൾ പിണറായി പറഞ്ഞൊരു വാചകം, ഈ സംസ്ഥാനങ്ങളിലെല്ലാം സംസ്ഥാന നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ജനങ്ങളെപ്പോഴും ഈ കാര്യത്തിൽ വിലയിരുത്തുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പെർഫോമൻസിനെ നോക്കിയിട്ടാണ്. അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എന്തായാലും അത് എത്രമാത്രം നിലവിലുള്ള ഗവൺമെൻറ്റിന് എത്രമാത്രം ഈ കാര്യത്തെ മറികടക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞ തമിഴ്നാട് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുപാട് അത് സൈക്കിൾ ഫ്രീ, ലാപ്ടോപ്പ് ഫ്രീ, മിക്സി ഫ്രീ, ഗ്രൈൻഡർ ഫ്രീ, റെഫ്രിജറേറ്റർ ഫ്രീ, ഇങ്ങനെ പലതും ഫ്രീ എന്ന് പറയുമ്പോഴും അന്ന് ജയലളിത ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ADMK കടന്നുകൂടുകയായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ അപ്പോഴും ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്ത് DMKയും ഇപ്പുറത്ത് PDF-നും എല്ലാം കിട്ടിയ വോട്ടിൻ്റെ ശതമാനവും മറ്റു കാര്യങ്ങളും നമ്മൾ കണക്കാക്കിയാൽ ഉള്ളത് അതുകൂടി നോക്കണം. അപ്പോൾ ഇവിടെ സഖാവ് പിണറായി പറഞ്ഞതുപോലെ ഈ നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെ പഞ്ചാബിലെ ഗവൺമെൻറ്റിന് എന്താ, ഗോവയിൽ ഇപ്പോൾ എനിക്ക് വ്യക്തമായി. പക്ഷേ ചോദ്യമുണ്ട്,
ഇത് BJP-യുടെ കാര്യത്തിൽ അത് സാധ്യമാകണമെന്നില്ല. ഉദാഹരണം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP വീണ്ടും തിരക്കപ്പെട്ടു. ഡോക്ടർ വർഗീസ് KBS പറഞ്ഞത് ശരിയല്ല. അതായത് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ അവസാന റൗണ്ടുകളിൽ കടുത്ത വർഗീയ പ്രചാരണമാണ് പ്രധാനമന്ത്രി ശ്രീ മോഡിയും അതുപോലെ തന്നെ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും അഴിച്ചുവിട്ടത്. ആദ്യത്തെ റൗണ്ടുകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്ന BJP അതിൻ്റെ പരാജയം തിരിച്ചറിഞ്ഞുകൊണ്ട് അവസാനം വന്നപ്പം വർഗീയ വിഷം വമിക്കുകയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ വിളിച്ച കസാബ് എന്നാണ്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, BSP, കസാബിനോട് തുല്യമാക്കി ഈ പാർട്ടികളെ. ഇവിടെ വേണ്ട കർബസ്ഥാനല്ല, ഇവിടെ ദീപാവലിക്ക് 600 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ചെയ്തിരിക്കുക. അവസാനത്തെ 6ാമത്തെ റൗണ്ടിൽ ആദിത്യ യോഗിനാഥ് പറഞ്ഞത് ഹിന്ദുമതത്തിൽ വിശ്വാസമില്ലാത്തവർ പാകിസ്ഥാനിൽ പോയി താമസിക്കുന്നതാണ് പറഞ്ഞത്. ഡോക്ടറെ, എനിക്കൊരു ചോദ്യം എനിക്കൊന്നും ഉഴൂർവിജിനോട് ചോദിക്കാം. അതായത് ഈ തന്ത്രം BJP-ക്ക് പൊളിറ്റിക്കൽ ഡിവിഡൻസ് നേടിക്കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ BJP ഇത് തന്നെയല്ലേ ഇനി പയറ്റാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ? മതേതര ഇന്ത്യ തകരുക എന്നുള്ളതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഒരു ചൂണ്ടുപലകയായി കണക്കിലെടുത്തുകൊണ്ട് വിശാലമായ ഒരു മതേതര ഐക്യം കെട്ടിപ്പടുക്കണം. അല്ലാതെ ഇവിടെ വർഗീസ് ജോർജ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രധാനമന്ത്രിയാകണം എന്നുള്ള നിലയിൽ പോകാതെ, ഇപ്പോൾ VP സിംഗൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടല്ലോ, കോൺഗ്രസ് അല്ലാത്തവരും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയിലേക്ക് ചിന്തിക്കണം. ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഏതായാലും അവർ ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ അവർ വർഗീയത കൊണ്ട് മാത്രമാണ്, അവരുടെ വർഗീയത കൊണ്ട് മാത്രമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. മറ്റുള്ളവരുടെ വർഗീയതയും ഉണ്ടാകുന്നുണ്ട്. അതും ഇവർക്ക് ഗുണകരമായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് കുറച്ചുകൂടി അഗാധമായി ചിന്തിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികൾ തയ്യാറാകണം. അല്ലാതെ മറ്റുള്ളവരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തി ഒരു BJP-ക്കെതിരെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനോ ഫോഴ്സോ ഇല്ല. ക്രെഡിബിൾ അല്ല. ഒരുപാട് പ്രശ്നം. എനിക്ക് തോന്നുന്നു നേരത്തെ ഡോക്ടർ വർഗീസ് പറഞ്ഞ പോലെ, അതായത് 27 പേര് ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നു. സോഷ്യലിസ്റ്റ് ചേരികളൊക്കെ കുടുംബ ആധിപത്യത്തിലും അങ്ങ് മുങ്ങിപ്പോയി താഴ്ന്നിരിക്കുന്നു. അഴിമതി, പിന്നെ ജാതിയുടെ ഘടകങ്ങൾ, മൊത്തത്തിൽ ഡീജനറേഷൻ ഒരു BJP-യേതര കക്ഷികൾക്ക് സംഭവിക്കുന്നു. കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഒരു വാക്വം, ഇതൊക്കെ കൂടി തുറച്ചു നോക്കുന്നില്ലേ നിങ്ങളെ? താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് ശരിയുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഒരു കാര്യം, നമ്മൾ ഈ 4-3 ഭൂരിപക്ഷമാണ് ആണ്. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. 8-ാം തീയതി മുതൽ കൈരളി പീപ്പിളിലെ ചർച്ചാ കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ നമ്മുടെ പാനലിസ്റ്റുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. പറഞ്ഞ കാര്യത്തിൻ്റെ അതിൻ്റെ പിശകിനെ സംബന്ധിച്ച് ചിലപ്പോൾ താങ്കൾ ചോദിക്കുന്ന ഒരു കാര്യം, ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ അവിടെ ഈ എക്സിറ്റ് പോളുകളും ഫലങ്ങളും എല്ലാം വന്ന സമയത്ത് BJP-യും അന്ന് അവിടെ ഈ ലല്ലു നിതീഷ് സഖ്യവും തുല്യമാണ് എന്നായിരുന്നു പല എക്സിറ്റ് പോളുകളും പറഞ്ഞത്. പക്ഷെ അപ്പോഴും അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിയ ഒരാൾ ലല്ലുവാണ്. നിതീഷ് പോലും ആയിരുന്നില്ല. ലല്ലുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഴിമതി ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നിൽക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ കൃത്യമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് പറയാൻ കഴിയും. അവസാനം വരെ അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ പ്രായോഗിക തലത്തിൽ നിന്നിട്ട് അത് മാത്രമല്ല, അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകുന്ന ഒരു കാലം ഓർമ്മയുണ്ടോ? അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് അന്ന് ഈ എക്സിറ്റ് പോളുകളെല്ലാം വന്ന സമയത്ത് ഒരിക്കലും അവിടെ ഇദ്ദേഹം ജയിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു. ബ്രിട്ടാസിന് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. അന്ന് CPI-എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ്. പക്ഷേ ആ എക്സിറ്റ് പോളുകളുടെ എല്ലാം അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഫലപ്രഖ്യാപനം വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയായിരുന്നു. ആദ്യത്തെ തവണത്തെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആരോഹണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യത്തിൽ ഈ BJP ഇവിടെ വർഗീയ കാർഡ് കളിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. കാരണം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോൾ ഈ ഇംഗ്ലീഷ്, ഹിന്ദി, ദേശീയ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിലെല്ലാം തന്നെ ആ കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ BJP നേതൃത്വം അതിനൊരു തെറ്റ് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു കേരളീയ സമൂഹത്തിൻ്റെ ഒരു മതനിരപേക്ഷ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളിതെല്ലാം പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ സോക്കോൾഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ പറയുന്നത് ആ കമ്മ്യൂണൽ കാർഡിൻ്റെ പ്ലേ തന്നെയാണ്. അവിടെ അത്തരത്തിലുള്ളൊരു കാര്യം മാത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികളെയോ ആ സാമ്പത്തിക നയങ്ങളെയോ എതിർത്തുകൊണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് UP-യിലെ, എൻ്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്,
പക്ഷേ അവിടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ, ചേട്ടൻ പറഞ്ഞതുപോലെ, പഴയ സോഷ്യലിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക്, സമാജ്വാദി പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അവർക്കെല്ലാം ഉള്ള സ്വാധീനശേഷിയിൽ രാഷ്ട്രീയ മുദ്രാവാക്യം എടുത്തുകൊണ്ട് ആ വിധത്തിലുള്ള ക്യാമ്പയിൻ നടത്താനോ പ്രക്ഷോഭങ്ങൾ നടത്താനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത്. രാഷ്ട്രീയത്തെ ഈ സാമുദായിക കാർഡ് കൊണ്ടല്ല നേരിടേണ്ടത്. മതഭ്രാന്തും അതുപോലെയുള്ള മതപരമായ വികാരങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ട് താൽക്കാലിക ലാഭം നേടാനായി ആരെങ്കിലും ശ്രമിച്ചാലും കൃത്യമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടുകൂടി തന്നെയാണ് നേരിടേണ്ടത്. ജോർജ് കുര്യൻ, അതായത് കടുത്ത മതവികാരം ഉയർത്തിക്കൊണ്ട് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു വിജയമാണ് നടന്നതെന്നാണ് ഇവിടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നത്. അല്ല, ആ കാര്യത്തിൽ യു പിയിൽ ജാതിക്ക് അതീതമായിട്ടുള്ളൊരു പ്രചരണം ഭാരതീയ ജനതാ പാർട്ടി നടത്തി. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാ ജാതിയെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരുന്നു BJPയുടേത്. മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ നിന്ന് 10% വോട്ടും, അതായത് ടോട്ടൽ വോട്ടിൻ്റെ 2%, യാദവ സമുദായത്തിൽ നിന്ന് 25% വോട്ടും, അതായത് ടോട്ടൽ വോട്ടിൻ്റെ 3-3.5%, അത്രയും കിട്ടിയെങ്കിൽ മാത്രമേ BJPക്ക് 35% മുകളിലേക്ക് വരാൻ സാധിക്കൂ എന്നായിരുന്നു BJPയുടെ കണക്ക്. 2014 ലോക്സഭാ ഇലക്ഷന് BJPക്ക് ഏതാണ്ട് 10% മുസ്ലിം വോട്ട് കിട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടിൻ്റെ 10%, അത് ടോട്ടൽ വോട്ടിൻ്റെ 2%. അത് ഇപ്രാവശ്യവും കിട്ടിയിട്ടുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കുറവ്, അവിടെ ഒരു ദുഃഖം, മധ്യപ്രദേശും അതുപോലെ തന്നെ രാജസ്ഥാനും പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പോലെ BJPക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു മുസ്ലിം MLA ജയിപ്പിക്കാൻ സാധിക്കാറില്ല. 1998 രാംപൂരിൽ നിന്ന് മുക്താർ അബ്ബാസ് നഖ്വി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു മുസ്ലിം MLA ജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മധ്യപ്രദേശിൽ മുസ്ലിം MLAമാരുണ്ട്, രാജസ്ഥാനിൽ മുസ്ലിം MLAമാരുണ്ട്, അവിടെ മന്ത്രിമാരുമായിട്ടുണ്ട്. UPയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിൽ നിന്ന് മുസ്ലിം മന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും അതൊരു കുറവ് തന്നെയാണ്. BJP ദേശീയ തലത്തിൽ പലപ്പോഴും നാഷണൽ എക്സിക്യൂട്ടീവിലൊക്കെ തന്നെ അത് ചർച്ച ചെയ്യാറുണ്ട്. കാരണം ഒരു സീറ്റ് ഇത്രമാത്രം വളരെ ടൈറ്റായിട്ടുള്ള മത്സരത്തിൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്താൽ ആ മണ്ഡലത്തിലും അതിൻ്റെ ചുറ്റുവട്ടുള്ള മണ്ഡലത്തിലും അത് ബാധിക്കും എന്നുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയ വിഷയങ്ങള് പ്രധാനമന്ത്രിയുടെ ലാസ്റ്റ് ക്യാമ്പയിനൊക്കെ ആ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അല്ല അത് ഞാൻ പറയാം. ഈ കേരളത്തിൽ NIA ചിലരെ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ TK ഹംസ പരസ്യമായിട്ട് വന്നിട്ട് പറഞ്ഞു മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞു. അതേസമയത്ത് NIA അറസ്റ്റ് ചെയ്തത് ISന്റെ ആൾക്കാരെയാണ്. എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ലോകത്തിലെ മുസ്ലിം ജനസമൂഹമാണ് ISനെതിരെ എതിർത്ത് തോൽപ്പിക്കുന്നത്. എന്നിട്ടും കേരളത്തിൽ ചില വോട്ടുകൾക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു. അതേസമയത്ത് നിലമ്പൂരിൽ കരുളായി വനത്തിൽ നക്സലുകളെ വെടിവെച്ചു വന്ന അവസരത്തിൽ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ അത് നന്നായിപ്പോയി എന്ന് പറഞ്ഞു. ഇത് വർഗീയതയല്ലേ? വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ? അതേസമയത്ത് മോഡി പറഞ്ഞു എന്ന് പറയുന്നത് ഈ ദീപാവലിയുടെ അന്ന് കറണ്ട് ഉണ്ടെങ്കിൽ ഈദിൻ്റെ അന്നും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്വമാണ്. അതേസമയത്ത് ഈദിൻ്റെ അന്ന് മാത്രം കറണ്ട് കൊടുക്കുകയും ദീപാവലിയുടെ അന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയാകുന്നു. ഇതാണ് BJPയും മറ്റു കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം. എവിടെയോ എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് ആരെയൊക്കെയോ സൂചിപ്പിക്കാൻ വേണ്ടി അതാണ് BJP എതിർക്കുന്നത്. ഇത് രണ്ടും ഒരുപോലെയല്ലേ? ദീപാവലിയുടെ അന്ന് കറണ്ട് കൊടുത്താൽ ഈദിന്റെ അന്നും കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതേതരത്വം, ഈദിന്റെ അന്ന് കൊടുത്താൽ ദീപാവലിയുടെ അന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ, ഇന്ത്യൻ ജനതയെ മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് വിജയിക്കാൻ സാധിക്കും. ആ പക്ഷപാതിത്വം, അതിനെ മതേതരത്വം എന്നല്ല പറയുന്നത്, അതായത് ശരിയായ ഒരു മതേതരത്വം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകളായിരുന്നു മോഡി നടത്തിയിരുന്നാ പറയുന്നത്. അല്ലല്ല, ഞാൻ ഈ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് ബ്രിട്ടാസ് ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. വാസ്തവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെയും നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വിധത്തിലുള്ള അങ്ങേയറ്റം
ഈ വിഷലിപ്തമായിട്ടുള്ള വാക്കുകളും ഈ വസൂരിയുടെ ഇങ്ങനെ ഈ വിത്തുകൾ പരത്തുന്നത് പോലെ വളരെ ബോധപൂർവം അത് ഒരു പക്ഷേ അത് സാമുദായികമായ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാമായിരുന്നു. അതിലേക്ക് വഴുതി പോകാതെ ആ ജനങ്ങൾ സംയമനം പാലിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ അഭിവാദ്യം അർപ്പിച്ചതിൻ്റെ ഒരു കാര്യം. യു പിയിലെ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അങ്ങനെ സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ, മറുഭാഗത്ത് മുസ്ലിങ്ങൾ, നിങ്ങളുടെ ശത്രുക്കൾ ഇവരാണ്, നിങ്ങളുടെ ശത്രുക്കൾ ഇവരാണ്, ഇങ്ങനെ കൃത്യമായൊരു പോളറൈസേഷൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഈ ഹിന്ദു മതവിശ്വാസി എന്ന് പറയുന്നതിലോ ഉൾപ്പെടുന്നതിലോ ഒക്കെ പറയാവുന്ന ആളുകളെ മുഴുവൻ സവർണർ മുതൽ അവർണർ വരെയുള്ള അവരെ എല്ലാവരെയും ഒരു കമ്പിൽ ഒരു ദണ്ഡയിൽ കെട്ടാൻ കഴിയുന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ പോലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇവിടെ ശ്രീ ജോർജ് കുര്യന് പോലെ ഒരു ഞെട്ടലുണ്ടായി എന്ന് അദ്ദേഹം ഭംഗേന്ദ്രേണ ഇവിടെ അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ പണ്ടേ കണ്ടതാണ്, അതുകൊണ്ട് ഇതിനെപ്പറ്റി വിലയിരുത്തിയതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവചനത്തെയും അപ്പുറമായിട്ട് ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് യു പിയിൽ BJP ഇത്രയും ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവർ പ്രതീക്ഷിച്ച അവസാനം എണ്ണി. കാരണം ഡൽഹിയിലെ BJP നേതാക്കന്മാർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ കണക്കിൽ 50 സീറ്റാണ്. സമ്പത്ത് ഇതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഇപ്പം ഇത് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. അതായത് ഒന്ന്, നിലവിൽ വരാൻ പോകുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ, രാജ്യസഭയുടെ ഘടനയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പെഡസ്റ്റലായിരുന്നു ഇത്. അതായത് ഒരു സ്പ്രിംഗ് ബോർഡായിരുന്നു. അതിനു മുമ്പ് ഗുജറാത്ത് വരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു BJP-യേതര ധ്രുവീകരണത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു ജനവിധിയാണ് യു പിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഉഴവൂർ, താങ്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ആശങ്കയുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിവുള്ള ആളുകൾ മുന്നോട്ട് കടന്നു വരണം. ഇപ്പോൾ കുന്തൻ ചന്ദ്രാവത്താണെങ്കിൽ പിണറായിയെ വധിക്കുന്നതിന് നല്ലൊരു തുക വസ്തു വിറ്റ് പോലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ തൻ്റെ ഇടമായി അദ്ദേഹം ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ധീരമായി അദ്ദേഹം മംഗലാപുരത്തും പോയി, പിന്നെ പോകേണ്ടത് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം പരിപാടി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള നേതാക്കന്മാർ ഇന്ത്യയിൽ മുൻപന്തിയിലേക്ക് കടന്നു വരണം. അല്ലാതെ പാർട്ടി ഔദ്യോഗിക സ്ഥാനം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഉപാധ്യക്ഷനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതല്ല. അതുകൊണ്ട് മാത്രം കാര്യമില്ല. കുടുംബ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പോൾ വർഗീസ് സാർ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ആ കാര്യത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഈ യു പിയിലാണെങ്കിലും ജാതിയുടെ കാര്യം പറയുന്നത് യാദവൻ്റെ ജാതി, മറ്റേ ജാതി, മുസ്ലിങ്ങളെ കൂടുതൽ നിർത്തി അങ്ങനെയൊക്കെ ഉള്ള ചില കളികൾ, അതൊക്കെ ഈ BJPക്ക് കിട്ടുന്ന വടികളാണ്. അവർക്ക് ആളുകളുടെ ഇടയിൽ പ്രചരണം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ എതിർക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഇതിൻ്റെ മുൻനിരയിലേക്ക് വെറും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച് ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തണം. സമ്പത്ത് പ്രതികരിക്കാതിരിക്കുകയാണ്. ഞാനൊന്ന് പ്രതികരിക്കട്ടെ. അല്ല, സമ്പത്ത് പറഞ്ഞതും ഉഴുവൂർ വിജയം പറഞ്ഞതും കൂടെ ഏറ്റുപിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സമ്പത്ത് പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റേതൊരു ചെറിയ പാർട്ടിയാണ്. അതെന്താ സമ്പത്തെ അങ്ങനെ കുമ്പസരിക്കുന്നത്? എന്നും ചെറിയ പാർട്ടി ആയിരിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതാണ് CPM നേതൃത്വത്തിനും ഇടതുപക്ഷ നേതൃത്വത്തിനും പറ്റിയ കുഴപ്പം. എന്തുകൊണ്ട് ഉഴുവൂർ വിജയൻ പറഞ്ഞ മാതിരി പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾ മംഗലാപുരത്തും ഇപ്പോൾ ഹൈദരാബാദിലും അദ്ദേഹം പേരുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് CPM ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രചാരണത്തിന് ഇറങ്ങിക്കൂടാ? ശക്തമായൊരു പ്രചാരണം. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രചാരണത്തിൻ്റെ ഒരു കലയാണ്. എന്താണ് നിങ്ങൾ ആൾക്കാരെ, ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇത്രയും ശ്രദ്ധ ആകർഷിക്കുന്നത്. അങ്ങനെ ഒരു ദേശീയ നേതാവിനെ സൃഷ്ടിക്കാനുള്ള ഒരു അവകാശം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ഞാനിത് പറഞ്ഞതാണ്. ഒരു ചരിത്രപരമായ ഒരു വിഡ്ഢിത്തരം CPM നേതൃത്വം എടുത്തു. അന്ന് ജ്യോതി ബസുവിന്റെ മുമ്പിൽ സ്വർണ്ണത്തളികയിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി പദം കൈ നീട്ടിക്കൊടുത്തത്. സ്വർണ്ണാണെന്ന് എനിക്കറിയില്ല, തളികയെ വെച്ചിരുന്നു. തളികയുണ്ടല്ലോ, അത് മതി. സ്വർണ്ണം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. സ്വർണ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളിത്താലം ആണോ? വെച്ചു കൊടുത്തില്ലേ?
ബ്രിട്ടാസ് ആ കാലത്ത് ഡൽഹിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇക്കാര്യത്തെ കുറിച്ച് നന്നായി നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അത്തരം സാഹചര്യങ്ങൾ വോട്ടെടുപ്പിൽ എങ്ങനെയാ വന്നെന്ന് എനിക്കറിയാം. അത്തരം സാഹചര്യങ്ങൾ കളഞ്ഞു കുളിച്ചതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് ഫലവും ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തെ കുറിച്ച് പറയാൻ ഒരു വാചകവും ഇല്ലാതെ പോകുന്നത്. ബ്രിട്ടാസ് ജോർജ് വില്യം പറഞ്ഞതിനോട് ഒരു വാചകം പറഞ്ഞോട്ടെ. നമുക്ക് ഒന്ന് പെട്ടെന്ന് ഡൽഹിയിൽ നിന്നുള്ള ഒരു ചലനം കൂടി കിട്ടണമുണ്ട്. ഒരുപക്ഷെ PV തോമസ് നമ്മോടൊപ്പം ഡൽഹി സ്റ്റുഡിയോ തുടരുകയാണ്. തോമസ്, അതായത് കാര്യങ്ങളെല്ലാം തീർപ്പായിരിക്കുന്നു. അതായത് പഞ്ചാബിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വന്നു. അതിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു തർക്കമില്ല. എന്ന കാരണം വെച്ചാൽ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. UPയും ഉത്തരാഖണ്ഡിൻ്റെയും BJPയുടെ ഭൂരിപക്ഷമാണ് ആൾക്കാരെ ഒരുപക്ഷെ വിറപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ BJPക്കാരെ പോലും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്. അതുപോലെ മണിപ്പൂര് BJP ലീഡ് ചെയ്യുന്നു. ഇതാണ് സിറ്റുവേഷൻ. നെക്ക് ആൻഡ് നെക്കാണ്. വേണമെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ സഹായത്തോടെ വേണം BJPക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് രൂപീകരിക്കാവുന്ന സിറ്റുവേഷനിലേക്ക് മണിപ്പൂർ. ഗോവയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. പക്ഷേ ഗോവയുടെ ഒരു ഇൻസിഗ്നിഫിക്കൻസ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം UP രാഷ്ട്രീയം ഇപ്പം ഇവിടെ എല്ലാം പറയുന്നു. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രിപ്പറേഷനായിട്ട് വേണമെങ്കിൽ UPയിലെ സമാജ്വാദി കോൺഗ്രസ് ബന്ധത്തെ കാണുമെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു. അത് നിഷ്പ്രഭമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യചിഹ്നം ആൾക്കാർ ഇട്ടിരിക്കുന്നു. എങ്ങനെയാണ് തോമസ് ഡൽഹിയിൽ നിന്ന് കാണുമ്പോൾ ഒരു ഉരുത്തിരിയുന്ന ചിത്രം 2019 പരിപ്രേക്ഷ്യത്തിൽ? അത് ബ്രിട്ടാസ് ആദ്യം പറഞ്ഞ പോലെ UP തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പടിയാണ്. അതുപോലെ രാജ്യസഭയിലെ അംഗസംഖ്യ കൂടും BJPയുടെ, അതും മറ്റൊരു വ്യതിയാനമാണ്. എല്ലാം അൾട്ടിമേറ്റ്ലി 2019 ലോക്സഭ ഇലക്ഷൻ വിരൽ ചൂണ്ടുകയാണ്. ഇതെല്ലാം സാങ്കേതികമാണ്. എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ ചോദിക്കുന്ന ഇതാണ്, എങ്ങോട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയം മതനിരപേക്ഷതയിലേക്കാണ് പോകുന്നത്? ഇൻക്ലൂസീവ് ഗ്രോത്തിലേക്കാണോ പോകുന്നത്? അതെയോ ചില കുടുംബഭരണത്തിലേക്കാണോ പോകുന്നത്? അതെയോ ചില മത രീതിയിലേക്കാണോ പോകുന്നത്? മതധ്രുവീകരണത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്? ആ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പഞ്ചാബിലെ ഇലക്ഷൻ വിടുക, പഞ്ചാബിൽ കോൺഗ്രസ് ജയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഡൽഹിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്പൺ സീക്രട്ട് ആയിരുന്നു. പഞ്ചാബിൽ അവസാനം BJP പറഞ്ഞത് കോൺഗ്രസ് വോട്ട് ചെയ്തുള്ള പറഞ്ഞത് ആം ആദ്മിയെ തോൽപ്പിക്കണമെന്ന രീതിയിൽ. അതുപോലെ തന്നെ ഗോവ വേറെ. പക്ഷേ മിസോറാമിലെ മണിപ്പൂരിലെ വിജയം തീർച്ചയായിട്ടും BJPക്ക് വളരെയധികം ക്രെഡിറ്റ് നൽകുന്നൊരു വിജയമാണ്. ആസാമിൽ തുടങ്ങി അങ്ങനെ നോർത്ത് ഈസ്റ്റിലേക്ക് BJP വ്യാപിക്കുകയാണ്. അത് BJPയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. അത് വിജയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ ഒരു കാലത്ത് BJPക്ക് ഒന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥലമായിരുന്നു. അവിടെ ഇപ്പോൾ BJP വിജയിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വിജയിക്കാം, അല്ലെങ്കിൽ ഇത്രമാത്രം മുമ്പോട്ട് വന്നു കഴിഞ്ഞു. അത് വേറൊരു അടയാളമാണ് തരുന്നത്. അപ്പോൾ BJP തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് BJPയുടെ എല്ലാ തന്ത്രങ്ങളും പരീക്ഷിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 2014 ശേഷം BJPക്ക് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നോക്കേണ്ടി വന്നോ? ഡൽഹിയോ ബീഹാർ അല്ലാതെ BJP മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ജയിച്ചു. അതുപോലെ തന്നെ പിന്നീട് നടന്ന സിവിക് ബോഡി ഇലക്ഷനിലെല്ലാം ജയിച്ചു. മഹാരാഷ്ട്രയിലും എല്ലാം ഡിമോണിറ്റൈസേഷൻ സമയത്താണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ UP ജയിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ രീതിയിലും BJPയുടെ രാഷ്ട്രീയം മുമ്പോട്ട് അടിക്കടി വിജയകരമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ കക്ഷി അടിക്കടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വ്യക്തമായി. ഒരുപക്ഷെ ഈ സമയത്ത് നമ്മോടൊപ്പോൾ ചർച്ചയിൽ ചേരേണ്ട ആൾ തന്നെ വന്നിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും നോക്കിക്കാണുന്ന പ്രാപ്തിയുള്ള പുതുതലമുറയുടെ ഒരു പ്രതീക്ഷയായിട്ടുള്ള കോൺഗ്രസിന്റെ മാത്യു കുഴൽനാടൻ. മാത്യു, രാഹുൽ ഗാന്ധിയുടെ ഭാവിക്ക് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം താങ്കളുടെ പഴയ സീനിയർ നേതാവായിട്ടുള്ള ശ്രീ ചെറിയാൻ ഫിലിപ്പൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ്. ഈവൻ ശ്രീ ഉഴവൂർ വിജയൻ ആ ചോദ്യചിഹ്നത്തിന്റെ കട്ടിയും അതിന്റെ കാഠിന്യവും വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ശ്രീ PV തോമസ് പറഞ്ഞ പോലെ മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാനുള്ള കോൺഗ്രസിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഇതിപ്പോൾ UPയിൽ BJPക്ക് ഉണ്ടായ ഒരു മുന്നേറ്റം ആരും നിഷേധിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടതാണ്. എല്ലാവരും പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. UPയിൽ കോൺഗ്രസ് താരതമ്യേന ഒരു ജൂനിയർ പ്ലെയറാണ്. കഴിഞ്ഞ ഒരുപക്ഷെ 90-കൾക്ക് ശേഷം അവിടെ ഉണ്ടായ രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ്സിൽ കോൺഗ്രസ് UP രാഷ്ട്രീയത്തിൻ്റെ ഒരു കോണിലേക്ക് മാറേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ഒരു ജൂനിയർ പാർട്ട്ണർ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ SP BSP എന്ന പ്രാദേശിക കക്ഷികളുടെ വലിയ പരാജയമാണ്
അല്ലെങ്കിൽ അവരുടെ ഒരു കരുത്ത് ചോർന്നു പോയതാണ് BJP ഇത്രയും വലിയ വിജയത്തിന് കാരണമാക്കിയത്. കോൺഗ്രസിൻ്റെ പരിമിതമായ പരിശ്രമം ആ ഒരു മതേതര പ്ലാറ്റ്ഫോമിന് ശക്തി പകരാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കോൺഗ്രസ്സിന് പരമ്പരാഗത ശക്തിയുള്ള മേഖലകളിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പഞ്ചാബാണ് പരമ്പരാഗതമായി കോൺഗ്രസിന് ശക്തിയുള്ള മേഖല, അവിടെ ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ഗോവയിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ 5-ൽ ഒരിടത്താണ് കോൺഗ്രസ് അധികാരത്തിലിരുന്നത്, 5 സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പാർട്ടി കോൺഗ്രസ് എന്ന പെർസ്പെക്റ്റീവിൽ മാത്രം ഉത്തരം പറയാനാണെങ്കിൽ വി ആർ ഇൻ എ ബെറ്റർ പൊസിഷൻ ഡെഫിനറ്റ്ലി.